ഒരു കാര്യം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും മാത്രം തിരിച്ചറിയണം. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ട രാഷ്ട്രീയവുമായി ഇവിടെ വന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ അടിച്ചൊതുക്കാം, അങ്ങനെ ഇവിടുത്തെ നിങ്ങളുടെ പദവികളും സ്ഥാനങ്ങളും നിലനിർത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ സൂചനയിൽ വന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, ഇവരായിരങ്ങളായി വരും. ആ ആയിരങ്ങൾ നിങ്ങളുടെ ഇന്ന് നിൽക്കുന്ന ഓരോ സ്ഥാനങ്ങളിൽ നിന്നും നിങ്ങളെ തൂത്തെറിയാൻ ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൂടുതൽ സമയം വേണ്ടതില്ല എന്ന് മാത്രം. ഇത് മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും തിരിച്ചറിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളെ അങ്ങനെ പറ്റിക്കാം. ജനാധിപത്യ മുന്നണിയെ നിങ്ങളുടെ ഗുണ്ടായുസം കൊണ്ട്, ഡിവൈഎഫ്ഐക്കാരുടെ ഗുണ്ടായുസം കൊണ്ട് അടിച്ചൊതുക്കാമെന്ന് മോഹിക്കുന്നുവെങ്കിൽ അത് അവസാനത്തെ മോഹമായിരിക്കും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി DCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ദേവൻകുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നത് നിങ്ങൾക്കാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഐക്യമുന്നണി നേതാവും ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഖജാൻജി CPC അബൂബക്കർ ഹാജി, ബഹുമാന്യനായ ജോസ് വള്ളൂർ, മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ അബ്ദുൽ, KPCC മെമ്പർ ശ്രീ MB ഇബ്രാഹിം, KPC മെമ്പർ ശ്രീ ഗോപൻ പ്രതാപൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ദാസിനെ അകാരണമായി മർദ്ദിച്ച് അവശനാക്കിയിരിക്കുക. യതീന്ദ്രദാസിനോടൊപ്പം കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ഫിറോസ് തൈപ്രമ്പലിനെയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ശ്രീ മജീദിനെയും ഒക്കെ ഈ റഹ്മാനിയ ഹോട്ടലിൽ വെച്ച് മർദ്ദിക്കുക.